എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ആക്നീസിനെയും പിമ്പിൾസിനെയും കുറിച്ചിട്ടാണ്. ആക്നെയും പിമ്പിളും വരുമ്പോൾ തന്നെ നമ്മൾക്ക് എങ്ങനെ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് എങ്ങനെ ആക്നെയും പിമ്പിളും ഇല്ലാണ്ടാക്കാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യം. എൻ്റെ മുഖത്ത് ഒരു 2-3 വർഷം മുന്നേ നല്ല രീതിയിൽ നന്നായിട്ട് കുരുക്കൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ടിപ്പ് നമ്പർ 1 ആണ് ബേക്കിംഗ് സോഡ. ഇതാണ് ബേക്കിംഗ് സോഡ. കണ്ടോ, നമ്മുടെ ഏകദേശം ഉപ്പിന്റെ ഒക്കെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഉപ്പിന്റെ അത്രയും അത്രയും തരികൾ ഉണ്ടാവില്ല, എന്നാൽ പൗഡറും ആയിരിക്കും. പക്ഷെ ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. ഇതിന്റെ പാക്കറ്റ് എൻ്റെ കയ്യിലില്ല, കുറച്ച് നാളായി വാങ്ങിയിട്ട് പാക്കറ്റൊക്കെ ഞാൻ കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ. അതായത് ഇപ്പം ഓയിലി സ്കിന്നിനാണെങ്കിൽ നമ്മൾക്ക് സാധാരണ വെള്ളമോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്ക് കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ കേർഡ് ഇതിൻ്റെയൊക്കെ ഒപ്പം തൈരിൻ്റെയൊക്കെ ഒപ്പം നന്നായിട്ട് ഇത് എഫക്റ്റീവാണ്. അപ്പോൾ ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സാധാരണ പ്ലെയിൻ വാട്ടറിലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേക്കിംഗ് സോഡ. ഇത് ഞാൻ പ്ലെയിൻ വാട്ടറിലും മിക്സ് ചെയ്തതാണ്. 2 ഡ്രോപ്പ് വെള്ളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് എവിടെയാണോ നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് നമ്മൾക്ക് ഫുള്ളായിട്ട് ആക്നെ ഉണ്ടോ പിമ്പിൾ ഉണ്ടോ അല്ലെങ്കിൽ എവിടെ മാത്രമായിട്ടുള്ളോ അതിനനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഫുള്ളായിട്ട് ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടില്ലേ. അപ്പോൾ അത് ലൈറ്റായിട്ടൊന്ന് ലൈറ്റ് കോട്ടിങ് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ മാത്രമായിട്ടാണ് പിമ്പിൾ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ആക്നെ ഉള്ളതെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് ഡ്രോപ്പായിട്ട് ജസ്റ്റ് 2-3 അതായത് ചെറുതായിട്ട് നമ്മൾക്ക് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ ഫേസിലാണെങ്കിൽ കുരുക്കൾ വന്നു പോയതിൻ്റെ കുഴികളാണ് നിറയെ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം 2 ദിവസം മാത്രം അടുപ്പിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. അധികം നേരം ഇത് വെച്ച് ഇരിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ ടിപ്പാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് തുടച്ച് കളയണം. ഈ 2 മിനിറ്റ് ഇത് ഇരിക്കാൻ നേരം തന്നെ നമ്മൾക്ക് കുറച്ചൊന്ന് ഇറിറ്റേഷനായി വരും. അതായത് സ്കിന്നിലൊന്ന് ചെറുതായിട്ടൊരു നീറലൊക്കെ പോലെ തോന്നും. അങ്ങനെ തോന്നാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അത് തുടച്ച് മാറ്റണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബേക്കിംഗ് സോഡ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ സ്കിൻ ഡ്രൈ ആവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളഞ്ഞതിന് ശേഷം അവിടെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഈ ആലോവേറ ജെല്ല് പോലെയുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നമ്മുടെ ടിപ്പ് നമ്പർ 2 ആണ് നമ്മുടെ സാധാരണ അടുക്കളയിലേക്ക് യൂസ് ചെയ്യുന്ന ഉപ്പ്, സാധാരണ ഉപ്പ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ കുരുവൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വേദന ഉണ്ടാവും, ചിലർക്ക് നല്ല നീര് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിരുന്നത് ഒരു നുള്ളു ഉപ്പെടുത്തിട്ട് ഏത് ഭാഗത്താണോ പൊട്ടിയതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വെച്ചു കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം നമ്മൾക്ക് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ ഭാഗത്ത് അതങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അത് കുറച്ചു നേരം കഴിയുമ്പോൾ ഉണങ്ങും. അപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ വെള്ളം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഉപ്പ് നമ്മുടെ മുറിവിൻ്റെ ഉള്ളിൽ കൂടി കയറി കഴിയുമ്പോഴേക്കും ചുറ്റുള്ള നീരും പിന്നെ ആ പഴുപ്പും ഒക്കെ ഇല്ലാണ്ടാക്കും. അതാണ് നമ്മളുടെ ടിപ്പ് നമ്പർ 2. നമ്മുടെ ടിപ്പ് നമ്പർ 3 ആണ് നമ്മളുടെ ഫേസിൽ വന്നുപോയ പിമ്പിൾസിന്റെ അല്ലെങ്കിൽ വന്നുപോയ ആക്നെയുടെ മാർക്സ് നമ്മുടെ ഫേസിൽ നിറയുണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ ബേക്കിംഗ് സോഡ തന്നെ മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ വെള്ളത്തിലോ എന്തിലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്യൂട്ടാവുന്ന എന്തിലെങ്കിലും മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് സ്പോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പോട്ട് ചെയ്ത് 2-3 ദിവസം നമ്മളങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ മാർക്സ് ഒക്കെ നന്നായിട്ട് ലൈറ്റൻ ആവാൻ തുടങ്ങും. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഈ പിമ്പിൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീൽ ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവമാണ് ആലോവേറ ജെൽ. ഇപ്പം നമ്മളുടെ വീട്ടിൽ ആലോവേറ ആ ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ 1-2 ഡ്രോപ്പ് എടുത്തൊന്ന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ആലോവേറ ജെല്ല് യൂസ് ചെയ്യും. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലീഫ് ആൻഡ് റിലീഫിൻ്റെ ആലോവേറ ജെല്ലാണ്. ഇത് ക്ലിയർ ജെല്ലാണ്.
റീഫണ്ട് റിലീഫിന്റെ ഒരു 50 രൂപയൊക്കെ ഉള്ളൂ. പോകുന്നത് നമ്മുടെ ടിപ്പ് നമ്പർ 4 ആണ്. ഈ ടിപ്പ് നമ്പർ 4ൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ നമ്മളുടെ ഫേസ് നന്നായിട്ട് കഴുകുക. ഇതെല്ലാവരും ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം, എന്നാലും ഞാൻ പറയുവാണ്. അപ്പോൾ നമ്മളങ്ങനെ ചൂടുവെള്ളത്തിൽ വെറുതെ കഴുകരുത്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കഴുകുക. അപ്പോൾ പുതിയതായിട്ട് കുരുക്കൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് താഴ്ത്തിക്കളയും ഈ ഉപ്പും ചൂടും കൂടെ ചെല്ലുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുന്നത് നന്നായിട്ട് കുരുവൊക്കെ വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടത് നമുക്കൊരു പാത്രമാണ്. അതായത് നമ്മളുടെ ഫേസ് ഒന്ന് ആ പാത്രത്തിലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ ഒരു പാത്രമായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അങ്ങനത്തെ പാത്രം എടുത്തിട്ട് അതിനകത്ത് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും അതിനകത്തൊരു 10ഓ 12ഓ ഇല തുളസിയില ഇടണം. തുളസിയിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് തണുപ്പിക്കുക. തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പിച്ച് കളയരുത്. ഏകദേശം നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂട്, അതായത് നമ്മുടെ ഫേസ് അല്ലേ, അപ്പോൾ അത്ര ഫേസിന് കൊടുക്കാൻ പറ്റുന്ന അത്രയും ചൂടിലേക്ക് അതിനെ തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച്, നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് താഴ്ന്നു പോവും. അല്ലെങ്കിൽ ഉപ്പ്, രണ്ടും കൂടി ഇട്ടാലും കുഴപ്പമില്ല. ഉപ്പ് നന്നായിട്ടിടണം, കട്ടുപ്പിടണം. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു കപ്പാണ്, ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതായത് നമ്മൾക്ക് ഈ ഭാഗം ആദ്യം ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യണം. എന്നിട്ടൊരു 10-15 വരെ എണ്ണ. നമ്മൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും അത്ര നേരം ഒന്ന് എണ്ണ. അപ്പം ഇങ്ങനെ ഇട്ടിട്ട് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ എണ്ണ. അത്ര നേരം നിന്നില്ലേ? അപ്പൊ ഈ ഭാഗത്തുള്ള കുരുക്കൾക്കൊക്കെ ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പൊ ഇതിന്റെ പാത്രം ചെറുതാണ്, അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ പാത്രം വലുതാക്കി എടുക്കണം. എന്നിട്ട് നമ്മളുടെ ഈ ഭാഗം ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ 10 വരെ എണ്ണുക. എന്നിട്ട് ഈ ഭാഗം ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് 10 വരെ എണ്ണുക. ഈ ഭാഗത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ എല്ലാം കഴിയുമ്പോഴേക്കും ഒന്ന് കൈവച്ച് ഈ വെള്ളം ഒന്ന് ഇവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴയ നല്ല തുണി എടുക്കണം. ചീത്ത തുണിയൊന്നും എടുക്കരുത്. തുണി എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ചേരം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ആ ചൂട് നമ്മുടെ നെറ്റിയിലും അതുപോലെ തന്നെ മൂക്കിലും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടേക്കും ആ എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്, അതും കൂടി പറയട്ടെ. അതായത് നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ ആ തല തുടക്കാൻ ഉപയോഗിക്കുന്ന ആ തോർത്തുമുണ്ട് നമ്മൾ ഒരിക്കലും ഫേസ് തുടക്കരുത്. കാര്യം ആ താരനുണ്ടെങ്കിൽ നമ്മുടെ ഈ പോൾസിന്റെ ഉള്ളിലേക്ക് ആ താരന്റെ പാർട്ടിക്കിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ആകും. അപ്പോൾ നമ്മൾക്ക് പിമ്പിൾസ് വരും. പിന്നെയുള്ള കാര്യം നമ്മുടെ പില്ലോ കവറാണ്. പില്ലോ കവർ നമ്മുടെ ബെഡ്ഷീറ്റും അത് ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും കഴുകാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ ഡെയിലി കിടക്കുമ്പോഴേക്കും നമ്മുടെ തലയിലെ താരനും അതുപോലെ തന്നെ മുഖത്തെ സേബും എല്ലാം പില്ലോ കവറിലാവുന്നുണ്ട്. അതും അവിടെ ഇരുന്ന് ബാക്ടീരിയനെയൊക്കെ വളർത്തുന്നുണ്ടാവും. അപ്പം നമ്മൾ കിടക്കുമ്പോഴേക്കും ആ ബാക്ടീരിയ പിന്നെ നമ്മളുടെ മുഖത്തേക്ക് കയറും. അതുപോലെ തന്നെ താരന്റെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ മുഖത്തേക്കായിട്ട് പിന്നെയും അവിടെ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെയും പിമ്പിൾസും ആക്നെയും വരാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ടാറ്റാ.